മോന് മുജാഹിദു, ഒരു മോന് സുന്നിയാണ്. എന്തായിണ്ട് ഫത്വ ഉടനെ സുന്നിക്കനുസരിച്ച് ചെയ്തോട്ടെ. എങ്ങനെ സുന്നിക്കനുസരിച്ച് എന്തൊക്കെ? ഖുർആൻ ഓതുക, പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റില്ല, മയ്യത്ത് കബറിൽ വെച്ചാൽ ട്യൂഷൻ കൊടുക്കുക, തൽക്കിൻ ആ പരിപാടിയൊക്കെ ചെയ്യുക. പിന്നെ മയ്യത്ത് മറാടിയിട്ട് 3-ാം ദിവസം നക്കുക, 7-ാം ദിവസം നക്കുക, 40-ാം ദിവസം നക്കുക, 90-ാം ദിവസം നക്കുക, ആണ്ടോടാണ്ട് നക്കുക. അങ്ങനെ ആണ്ട് എത്രത്തോളം ആളാൻ കഴിയും അത്രത്തോളം ആണ്ട് നക്കുക. ഇതൊക്കെ ആളുടെ അനുസരിച്ച് ചെയ്തോളുക. അതൊക്കെ എന്നിട്ട് നമുക്ക് തന്ത്രപരമായിട്ട് അവനോട് മെല്ലെ പറയാം തിന്ന് കഴിഞ്ഞിട്ടേ. അങ്ങനെ ഉണ്ട് ചില ടീം. ഞാൻ നമ്മൾ ഈ മൗലൂദൊക്കെ നടത്തുമ്പോഴേ ചില ആൾക്കാർ ഞാൻ ചോറ് കഴിച്ചു, ചോറ് തെറ്റല്ലല്ലോ ആണോ, ചെല്ലിയിട്ടില്ല തോന്നു ഇല്ലേ? അങ്ങനെ എന്താ ചെല്ലുന്നത്? മുഹമ്മദ് നബിയോട് നേർക്ക് നേർക്കാം. أنت غفار الخطايا للذنوب الموبقات. أنت غفار الخطايا മുഹമ്മദ് നബിയെ, അങ്ങ് അള്ള പോലും പൊറുക്കാത്ത പാവം പൊറുക്കുന്ന ആളാ. അങ്ങനെ മൂബിക്കത്തായ പാവം അള്ള പൊറുക്കൂല, പക്ഷെ നിങ്ങൾ പൊറുത്തു തരും. അങ്ങനെയുണ്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞത്. ഈ ബെയ്ത്ത് ചൊല്ലി ഉണ്ടാക്കിയ ചോറ് മുജാഹിദാണെന്ന് പറഞ്ഞോൻ തിന്നൂല. ഓനവിടെ ബഹിഷ്കരണം വരുത്തും. ചോറിനോടല്ല ബഹിഷ്കരണം, അതേത് ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയോ ആ ചോറവൻ തിന്നൂല. എന്താടാ നേരെ മറിച്ച് ചില ആൾക്കാരെന്താ അറിയാ, ചോറിനോട് ദേഷ്യം പിടിക്കാൻ പറ്റുമല്ലോ, ഞാൻ ചോറ് തിന്നു ചെല്ലില്ല. ചിലവരും നിങ്ങളുണ്ടോ, ചിലവർക്ക് പള്ളിക്കൽ കൂട്ടുപ്രാർത്ഥന പാടില്ല. ചില മുജാഹിദ് എങ്ങനെ ചെയ്യാറിയോ, ഓരോ പള്ളിയിൽ പോയി കുടുങ്ങി നിൽക്കുക, എന്നാ അങ്ങനെ നിൽക്കുക. ഇതെന്താ കാണോ? ആണ്. കയ്യൊന്നിച്ചണോ? ഇല്ല. പിന്നെന്താ കാട്ടുന്നത്? പിരിക്കുകയാണ്. ഓരോ സ്വഭാവം പറഞ്ഞിട്ടില്ല നിങ്ങൾ. ഇയാളെ പേരാണ് ഗുളിക മൗലവി. ഇവിടെ പ്രസംഗിച്ചു കൊണ്ടത് ഒന്നുമല്ല, അത് ഗുളിക കച്ചവടം ഒന്നുമല്ല. പിന്നെ റമദാൻ മാസത്തിൽ ഗുളിക കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഗുളിക കുടിച്ചുമ്പോൾ അതിന്റെ ഷർത്താണല്ലോ വെള്ളം കുടിക്കൽ, അത് വേറെ വിഷയം. അപ്പൊ പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് വ്യംഗ്യമായിട്ട് സമ്മതിക്കുന്നു. ഏതായിരുന്നാലും അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? 3-ാം ദിവസം നക്കുക, 7-ാം ദിവസം നക്കുക. നമ്മൾ തിന്നലാണ്. നക്കല് ആരാണ്? വളഞ്ഞ വാലുള്ള ജീവി ഉണ്ടല്ലോ, അതാണ് നക്കല്. അസ്ഹാബുൽ ബിദഅ കിലാബുന്നാർ. അർത്ഥം എല്ലാവർക്കും അറിയും ചെയ്യും. മനസ്സിലായില്ലേ? വർഗസ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലെ. അപ്പൊ ഇയാളോട് പറയാണ് അടിയന്തരത്തിനാണ് ചൂടാകുന്നത്. അടിയന്തരത്തിനെതിരെ അഥവാ മരണപ്പെട്ടവരുടെ പേരിൽ അന്നദാനം നടത്തുന്നതിനെയാണ് ഇവർ വിമർശിക്കുന്നത്. ആ വിമർശനം ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ ആർക്കെതിരെയുള്ള വിമർശനമാണ്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര ഭാര്യ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആരെങ്കിലും അവരുടെ അഹ്ലികാരിൽ നിന്ന് മരിച്ചാൽ കുറെ ആളുകളൊക്കെ പിരിഞ്ഞുപോയി, ഇല്ല അഹ്ലഹാ വ ഖാസതഹാ, അവരോട് ബന്ധപ്പെട്ടവരും കുടുംബങ്ങളും അവരുടെ സഹചാരികളും അവർ ഒരുമിച്ച് കൂടിയാൽ അമറത്ത് ബി ബുർമത്തിൻ, അതേ ഒരു പാത്രം വെക്കുകയും എന്നിട്ട് ഭക്ഷണം പാകുകയും ചെയ്യുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമെന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതുപോലെ തന്നെ 4 മദ്ഹബും ഇത് അംഗീകരിച്ചതാണ്. താബിഈകളിൽ പ്രമുഖനായ താബിഈ സാഊസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിൽ നിന്നും ഇത് സഹീഹായി ഉദ്ധരിക്കുന്നു. പൂർവികരായ മഹത്തുക്കൾ മുഴുവനും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് പഴയ കാലത്ത് ജാഹിലിയ്യ സമ്പ്രദായത്തിൽ ഒരാചാരമുണ്ടായിരുന്നു. കുറെ ആളുകളെ കൂലിക്ക് വേണ്ടി കരയാൻ വേണ്ടി നായിഹാത്ത്, മോങ്ങാൻ വേണ്ടി കരയാൻ വേണ്ടി ചില പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ചില സമ്പ്രദായം, ചില ആചാരം പഴയ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ ഫുഖഹാക്കൾ പറഞ്ഞതിന് ഇവിടേക്ക് എങ്ങനെയാണ് ഫിറ്റാക്കുക? ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക്, കരയുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ബിദ്അത്താണ്. ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്.
والجمع للإطعام خير صنيع. ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ കുറച്ച് ആളുകൾ വിളിച്ചു വരുത്തല് അത് നല്ല പ്രവർത്തനമാണ്. അബൂദർ ഗിഫാരിയുടെ സംഭവം താരീഖ് വൽ മുലൂക്ക് എന്ന ഗ്രന്ഥത്തിൽ സഹിഹായി റിപ്പോർട്ട് ചെയ്തത് കാണാം. ബാബു ഇത്ആമി തആമി മിനൽ ഈമാൻ, ഭക്ഷണം കൊടുക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം. അതുകൊണ്ട് ഒരിക്കലും വിമർശിക്കണ്ട. പിന്നെ ഇയാൾ പറഞ്ഞെന്താണ്, നേരിക്ക് നേരെ ദുർക്ക മൗലൂദിൽ എന്താ ദുർക്കല്, അന്ത ഗഫാറുൽ ഖതായ, ആരോട്? മുഹമ്മദ് നബിയോട്. ഹാദാ അയ്ളൻ വിടലുൻ അളീം. ഇത് വലിയൊരു വിടലാണ്. കാരണം യാ വലിയൽ ഹസനാത്തി യാ റഫീഅ ദറജാത്തി എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ അല്ലാഹുവോടാണ്. അതിന് മൗലൂദ് ഓതി ശീലം വേണ്ട. അയാൾ തന്നെ പറഞ്ഞ എന്താ, ചോറ ഇന്നലുള്ളൂ, ചെല്ലലില്ല. എങ്ങനെ കിട്ടുക? ഒരു സംബോധനത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതിലേക്ക് മേലെയായ ആളിലേക്ക് തെറ്റുക എന്നുള്ളത് ഖുർആനിലും ഹദീസിലും കാണാം. തവസ്സുലിന്റെ ഹദീസിൽ കാണാം, യാ മുഹമ്മദ് അല്ലാഹുമ്മ ശഫീഉ ഫിയ്യ. അവിടെ യാ മുഹമ്മദ് എന്നുള്ളതിന് ശേഷം അല്ലാഹുമ്മ എന്നുള്ളത് മുഹമ്മദ് നബിനെ അല്ലാഹ് എന്ന് വിളിച്ചതാ. അങ്ങനെയാണോ? തുർമുദിയിലില്ലേ, ഇബ്നു മാജയിലില്ലേ, അംഗീകൃതമായ ഹദീസ് അല്ലേ, സഹീഹ് അല്ലേ, ഇങ്ങനല്ലേ? അതിന് എന്ത് ഖുർആൻ, എന്ത് ഹദീസ്? ഇയാൾക്ക് കുറെ മിമിക്രി അറിയാം, വേറെ ഒന്നും അറിയില്ല. മിമിക്രി MU വൈ എന്ന് പറയാൻ അതേറ്റൊക്കെ അറിയൂ. അങ്ങനെ തന്നെ വളരെ വിഷയമുണ്ട്. കണ്ടില്ല നിങ്ങള്? ഉമർ മൗലവി, കെ ഉമർ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാൾ കാര്യപ്പെട്ട ആളാണ്. ആദ്യം കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും KNM-ന്റെ പ്രസിഡന്റും പ്രായം കൂടിയപ്പോ വൈസ് പ്രസിഡന്റും ആയി. ലഫ്ലിന്റെ സിയാദത്ത് മാനാന്റെ സിയാദത്തിന്റെ മേൽ അറിയിക്കണം എന്നാണ് കെ ഉമർ മൗലവി. അയാളുടെ വയറ്റിൽ കണ്ടില്ല നിങ്ങള്? യമൻ അലൂദു ബിഹി മിനൽ അക്വാലി മുതവറിഅൻ നദ്നു മിനൽ ഖഹാരി അൻതല്ലദീ ഔജതനി വവൈതനി തഹതൽ മളില്ലതി ലഅബതൽ അഖദാരി അദ്ഉക ദഅവത ഹായിരിൻ മുതഹയ്യിർ ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാർ. ഇത് തിരുത്തിയിട്ട് പോരെ മൗലവിമാരെ, പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കെതിരെ കുതിര കയറാൻ.